ലാഹുവിൽ ചെന്നിട്ട് പണിക്ക് പോയാൽ അള്ളാഹു നൽകുന്ന സമ്പത്തിൽ അള്ളാഹു സന്തോഷം നൽകുന്ന. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്നിട്ട് തലവസ്ഥ പറയാ, ചോറ് കള്ളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ, ഒരു മണി അരിക്കു പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയത് മുഴുകയാക്കിയതാ. ചോറ് കള്ളയരുതേ. ചോറ് എന്ത് ചെയ്യാൻ പാടില്ല? കളയാൻ പാടില്ല. ആഹാര പദാർത്ഥങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കളയാൻ പാടില്ല. ചോറ് കള്ളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ. ഇത് വിളമ്പുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? കളയാൻ പാടില്ലെന്ന്. ചില പള്ളിയിൽ നമ്മുടെ ഈ ചില മക്കളുണ്ട്, 500 രൂപയും മട്ടൻ ബിരിയാണി തരാന്ന് പറയുമ്പോൾ കാറ്ററിംഗ് ജോലിക്ക് പോകുന്ന ചില മക്കളുണ്ട്. അള്ളാഹു തൊഴിലൊക്കെ അള്ളാഹു ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ, സന്തോഷം നൽകുമാറാവട്ടെ. ഈ കാറ്ററിംഗിന് പോണ മക്കളെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കളിയാക്കാൻ പാടില്ല. ഭക്ഷണം വിളമ്പി കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമാകുന്ന ഒരു കാര്യമാണ്. അത് ഏറ്റവും കൂടുതൽ എന്റെ പ്രിയപ്പെട്ടവർ ബർക്കത്തുള്ളൊരു കാര്യമാണ്. ആ മക്കള് ഹൈറായ രീതിയിൽ, കാറ്ററിംഗിന്റെ മക്കള് ഹൈറായ രീതിയിൽ പോയി വിളമ്പി നല്ല രീതിയിലൊക്കെ ജോലി തന്നെ സമ്പാദ്യം വാങ്ങുമ്പോൾ അതിന്റെ പ്രിയപ്പെട്ടവരെ ഹലാലാണ്. അള്ളാഹുവെ, കാറ്ററിംഗ് ജോലിക്ക് പോകുന്ന ഒരുപാട് മക്കളുണ്ടല്ലോ, അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. എത്രയോ കാറ്ററിംഗ് ജോലിക്ക് പോണ മക്കള്, അവരുടെ വീട്ടിൽ പ്രയാസ സങ്കട, അവരെ കടങ്ങൾ മാറാൻ പഠിക്കാൻ പോണ മക്കള്, അവര് പകുതി സമയത്ത് പഠനം പകുതി സമയത്ത് ജോലിയായിട്ട് പോണ എത്രയോ കാറ്ററിംഗ് ജോലിക്ക് പോണ മക്കള്. അള്ളാഹു അവരുടെ വേദനകൾ അറിയുന്നവൻ നീയാണല്ല, നീ മാറ്റി കൊടുക്കണേ അല്ല. അവർ ജോലിയിൽ നീ സംരക്ഷണം നൽകണേ അല്ല. ഭക്ഷണം വിളമ്പി കൊടുത്തതിന് പകരം അള്ളാഹു നീ ഹൗദുൽ കൗസർ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ല. ചില മക്കളുണ്ട് ഇവിടെ വിളമ്പാൻ അറിയില്ല. ഈ പള്ളിയിൽ ഉസ്താദ് വെള്ളമൊക്കെ ഇട്ടായിരിക്കും നിൽക്കാന് പോവാ, തിരിച്ചു വരുമ്പോ ഉസ്താദിന്റെ ഡ്രസ്സൊക്കെ മഞ്ഞ കളറായിട്ടുണ്ട്. കാരണം എന്തേ? ഈ ചങ്ങാതിമാര് വിളമ്പുമ്പോ നേരെ പോക്കറ്റിക്ക് വിളമ്പി കൊടുക്കുക, നേരെ കമ്മീസിക്ക് വിളമ്പി കൊടുക്കുക. പാടില്ല. ചോറ് കള്ളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ, ഒരു മണി അരിക്കു പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ. ഓരോ അരിമണിക്കും അള്ളാഹ് തന്നിരിക്കുന്ന മഹത്വം വലുതാ. ശിഫയത് മുഴുകയാക്കിയതാ. അങ്ങനെ ആഹാര പദാർത്ഥങ്ങൾ കളയാതെ കഴിച്ചാൽ അള്ളാഹു ഇൻഷാ അല്ലാഹ് അവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുന്നു. അള്ളാഹുവെ, നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ റാഹത്തിലാക്കി അനുഗ്രഹിക്കണേ അല്ലാ, സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലാ.